ഹായ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു അടിപൊളി കൂട്ടുകറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ കൂട്ടുകറിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമെന്ന് പറയാം. നേന്ത്രക്കായ്, ചേന, പിന്നെ കടല. അപ്പോൾ കടല ഞാൻ ഇന്നലെ രാത്രിയിലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കായും ചേനയെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം. കായ് നാലായിട്ട് കീറിയിട്ട് ചെറുതായിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ ഞാൻ പലാക്കത്തിലാണ് കേട്ടോ മുറിക്കുന്നത്. ഇത് നമ്മളെ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ സ്പെഷ്യൽ കത്തിയാണ് കേട്ടോ. നമ്മൾ കൂട്ടാനും മുറിക്കലെല്ലാം ഈ കത്തി കൊണ്ടാണ്. എനിക്ക് ഭയങ്കര എളുപ്പമാണ് ഇതിൽ മുറിക്കാൻ. മറ്റേ കുഞ്ഞു കത്തിനേക്കാളും എളുപ്പം എനിക്ക് ഇതിൽ മുറിക്കാനാണ്. അപ്പോൾ നമുക്ക് കഷ്ണങ്ങളെല്ലാം ചെറുതായിട്ട് മുറിച്ചെടുക്കാം. കായെല്ലാം മുറിച്ചെടുത്തു. കായെല്ലാം മുറിക്കുമ്പോൾ വെള്ളത്തിലിടണേ. മുറിച്ചിട്ട് കായും ചേനയെല്ലാം മുറിച്ചിട്ട് വെള്ളത്തിലിടണം. വേണമെങ്കിൽ കുറച്ചൊരു നുള്ളു മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കായിൻ്റെ കറയെല്ലാം ഒന്ന് ഇളകി കിട്ടാനാണ്. അപ്പോൾ ഇതാ കടലയെല്ലാം നല്ല പോലെ പൊതിർന്ന് വന്നിട്ടുണ്ട്. ചേനയും കായെല്ലാം മുറിച്ച് കഴുകി റെഡിയാക്കി. ഇനി നമുക്കിത് കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പം ആദ്യം കടല ഇട്ട് കൊടുക്കാം. പിന്നെ ചേനയും കായും മുറിച്ചത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും പിന്നെ കുരുമുളക് പൊടിച്ച് വെച്ചതുണ്ട്. കുരുമുളക് പൊടിയാണ് ഇടേണ്ടത് കേട്ടോ. കാശ്മീരി മുളക് പൊടി ഇടണം എന്നുണ്ടെങ്കിൽ കുറച്ചത് ഇടാം. എന്ന് വെച്ചാൽ നല്ലൊരു കളർ കിട്ടും. പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല. ഇപ്പം എൻ്റെ അടുത്ത് ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. ചുവന്ന മുളക് പൊടി കുറച്ചിട്ട് കൊടുക്കുക. അധികം ഇട്ട് കൊടുത്താൽ കൂടുതൽ എരിവാവും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എത്ര എരിവ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 2.5 സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇടുന്നത്. പിന്നെ ആവശ്യത്തിന് മഞ്ഞളും ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ കഷ്ണം മുങ്ങാൻ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കണം. കൂടുതൽ വെള്ളം പാടില്ല, കുറയാനും പാടില്ല. കഷ്ണങ്ങളെല്ലാം ഒന്ന് മുങ്ങിക്കിടക്കാൻ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊരു കയ്യിലെടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് അടുപ്പത്ത് വെക്കാം. വെള്ളം കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂട്ടുകറി ആകുമ്പോൾ അധികം വെള്ളം വേണ്ടല്ലോ. അപ്പം ഒരു പാകത്തിന് ഒഴിച്ച് കൊടുക്കണം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് അത് ഗ്യാസിലേക്ക് വെക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണണേ എല്ലാവരും. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിൽ എഴുതണം, ലൈക്കും ചെയ്യണം. അപ്പോൾ നമുക്കിത് വേകുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങ കുറച്ച് ചിരവിയിട്ട് അരക്കാൻ റെഡിയാക്കാം. അപ്പോൾ നല്ല വിസിൽ വന്നിട്ടുണ്ട്. ഒരു 2 അല്ലെങ്കിൽ 3 വിസിൽ അടിച്ചാൽ മതി. അപ്പോഴത്തേക്കന്നെ നന്നായിട്ട് വേവും. കൂടുതൽ അങ്ങ് വെന്തുടയാൻ പാടില്ല. അപ്പോൾ തേങ്ങയെല്ലാം ചിരകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ജീരകം ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ലപോലെ അരയണം കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങ വറുക്കാനായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ നല്ലപോലെ അരച്ചെടുക്കാം. തേങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൻ്റെ വിസിലൊന്ന് മാറ്റിയിട്ട് കുക്കറൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. കഷ്ണങ്ങളെല്ലാം കണ്ടോ. അധികം വെള്ളം കൂടുതലും ഇല്ല, കുറവുമല്ല. നമുക്കിനി ഒരു കഷ്ണം എടുത്തിട്ട് വെന്തോ നോക്കാം. ചേനയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. കടലയും വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയിട്ട് നന്നായി ഒന്ന് ഇളക്കി കുത്തി ഉടച്ച് ഒന്ന് യോജിപ്പിച്ചിട്ട് അരച്ച് വെച്ച തേങ്ങ നമുക്ക് ഇനിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് കുത്തി ഇളക്കി യോജിപ്പിച്ചാൽ നല്ലതാണ്. ഇനി തേങ്ങ അരച്ചത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് പാകത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പം ഉപ്പെല്ലാം പാകത്തിനുണ്ടോയെന്നെല്ലാം ഒന്ന് നോക്കുക. എന്നിട്ട് നല്ല പോലെ തിളപ്പിക്കണം കേട്ടോ. തേങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കണം.
ഉണ്ട്. കൂടുതൽ വെള്ളം ആയിട്ടുമില്ല, ആവശ്യത്തിന് വെള്ളം ഉണ്ടെന്ന് താനും. ഇനി ഇതിലേക്ക് തേങ്ങ വറുത്തിടാനായിട്ട് നമുക്ക് ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നല്ലപോലെ വെളിച്ചെണ്ണ വേണം ഇതിന്, കടുക് വറുക്കുമ്പോഴും തേങ്ങ വറുക്കുമ്പോഴെല്ലാം. വെളിച്ചെണ്ണ എത്ര ഒഴിക്കുന്ന അത്രയും നമ്മളെ കൂട്ടുകറി നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ കറിവേപ്പില നല്ലോണം ഇടണം. അങ്ങനെ തേങ്ങയെല്ലാം നല്ല ചുവപ്പ് കളറായി വന്നിട്ടുണ്ട്. നല്ല ഇതുപോലത്തെ നല്ല കളറാകുമ്പോൾ നമുക്ക് നല്ല മണം വരും, തേങ്ങ വറവിൻ്റെ മണം വരും. ആ സമയമാകുമ്പോൾ നമുക്കിത് എടുത്തിട്ട് കൂട്ടുകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, നല്ല കളർ ചുവപ്പ് കളറായിട്ടുണ്ട്, വറവ് നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് കുറച്ച് കടുകും വറുത്തിട്ട് ഇതിലേക്ക് ഇടണം. കടുകും കറിവേപ്പിലയും വറുത്തിടണം. അപ്പോൾ എൻ്റെ കൂട്ടുകറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല മണം വരുന്നുണ്ട്. കുരുമുളക് പൊടിൻ്റെയും ജീരകത്തിൻ്റെയും തേങ്ങ വറവിൻ്റെയും എല്ലാം കൂടെ നല്ല അടിപൊളി കൂട്ടുകറി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.